നമസ്കാരം. ഞാൻ ഡോക്ടർ അജയകുമാർ, കൊല്ലം മീയന്നൂർ അസീസിയ മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം മേധാവിയാണ്. ഇന്ന് സ്റ്റീരിയോടാക്റ്റിക് ന്യൂറോ സർജറിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റീരിയോടാക്റ്റി എന്ന് പറഞ്ഞാൽ അത് സ്റ്റീരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D, ടാക്സിസ് എന്ന് പറഞ്ഞാൽ ക്രമീകരണം. വിക്ടർ ഹോഴ്സ്ലി എന്ന ന്യൂറോ സർജനും ക്ലാർക്ക് എന്ന ഫിസിയോളജിസ്റ്റും ചേർന്നാണ് ആദ്യമായി സ്റ്റീരിയോടാക്റ്റിക് ഉപകരണം കണ്ടുപിടിച്ചത്. ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിലെ ആഴത്തിലെ ഉള്ള മുഴകളിൽ നിന്ന് ബയോപ്സി എടുക്കാനും അതുപോലെ ആഴത്തിലുള്ള വേറെ ശസ്ത്രക്രിയകൾ ചെയ്യാനും വേണ്ടിയാണ്. ഇതിൻ്റെ തത്വം എന്തെന്നാൽ തലച്ചോറിൻ്റെയും അതുപോലെ അതിനുള്ളിലെ മുഴകളുടെയും XYZ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ച ശേഷം ത്രിമാന തലത്തിലാക്കി കൃത്യമായി ശസ്ത്രക്രിയ ചെയ്യുക എന്നുള്ളതാണ്. ആഴത്തിലുള്ള മുഴകൾ, ക്യാൻസർ അല്ലാത്ത മുഴകൾ, ക്യാൻസർ ആയിട്ടുള്ള മുഴകൾ, അതുപോലെ ഇൻഫെക്ഷൻ, അണുബാധ, ട്യൂബർക്കുലോസിസ്, ബാക്ടീരിയൽ ആബ്സസ്, അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ തുടങ്ങിയ പല അസുഖങ്ങളും തലച്ചോറിൻ്റെ ആഴത്തിലുള്ള മുഴകളായി പ്രത്യക്ഷപ്പെടാറുണ്ട്. അത് എന്തെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ തുടർ ചികിത്സ നടക്കുകയുള്ളൂ. ഇങ്ങനെ ആഴത്തിലുള്ള മുഴകൾ തുറന്ന് ഓപ്പറേഷൻ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തെന്നാൽ, ഒന്ന്, തലച്ചോറിലെ വളരെ അധികം കോശങ്ങളിലൂടെ മാത്രമേ ഇത് അവിടെ എത്താൻ പറ്റുകയുള്ളൂ. അത്രയും ഭാഗം ക്ഷതം ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കൃത്യസ്ഥലത്ത് എത്തണമെന്നുമില്ല. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നത്. ഇത് ചെയ്യുന്നത് ആദ്യം സ്റ്റീരിയോടാക്റ്റിക് ഫ്രെയിം ഉപയോഗിച്ച് അല്ലെങ്കിൽ റിങ് ഉപയോഗിച്ച്, അഥവാ ലോക്കലൈസർ ഫ്രെയിം, എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഫ്രെയിം ഉപയോഗിച്ച് തലയിൽ പിടിപ്പിച്ച ശേഷം ഒന്നുകിൽ മരവിപ്പിച്ചിട്ട് സ്റ്റിച്ചിട്ട് അല്ലെങ്കിൽ മരവിപ്പിച്ച ശേഷം സ്ക്രൂ വഴി തലയോട്ടിലേക്ക് ഫിക്സ് ചെയ്ത് സ്കാനിങ് എടുക്കും. ആ സ്കാനിങ്ങിൽ തലച്ചോറിൻ്റെ മൊത്തത്തിലുള്ള സ്കാനിങ്ങും അതിൽ ഫ്രെയിമിലുള്ള മാർക്കേഴ്സിൻ്റെ XYZ കോർഡിനേറ്റ്സും അതുപോലെ മുഴയുടെ XYZ കോർഡിനേറ്റ്സും കണക്കാക്കും. സ്കാനിങ് രണ്ട് രീതിയിലുള്ള MRI സ്കാനിങ്ങിനുള്ള ഉപകരണവുമുണ്ട്, അതുപോലെ CT സ്കാനിങ്ങിനുള്ള ഫ്രെയിമുമുണ്ട്. ഇതിലേതാണ് അനുയോജ്യം എന്നുള്ളതനുസരിച്ച് MRIയോ അല്ലെങ്കിൽ CTയോ ചെയ്തിട്ട് ശേഷം അതിൻ്റെ ഈ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ച് അത് ഒരു സോഫ്റ്റ്വെയർ അപ്ലൈ ചെയ്ത് പിന്നീട് ഓപ്പറേഷൻ തിയേറ്ററിൽ അത് ഒന്നുകിൽ അനസ്തേഷ്യയിലായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഹോളിൽ കൂടെയാണെങ്കിൽ മരവിപ്പിച്ച ശേഷവും ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത് ഈ XYZ കോർഡിനേറ്റ്സ് ബയോപ്സി ഫ്രെയിമിലേക്ക്, അല്ലെങ്കിൽ ഫാൻറ്റം ഫ്രെയിം, ഓരോ ഉപകരണത്തിനും വ്യത്യാസമാണ്, അതിലേക്ക് ഈ XYZ കോർഡിനേറ്റ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഏകദേശം നമ്മൾ സ്കാനിങ്ങിൽ കണ്ടെത്തിയ തലച്ചോറിലെ മൊത്തത്തിലുള്ള ഒരു ത്രിമാന തലം അവിടെ ലഭ്യമാകും. ആ ബയോപ്സി ഫ്രെയിമിലേക്ക് ബയോപ്സി പോയിൻ്റർ ഘടിപ്പിക്കുമ്പോൾ കൃത്യമായ ബയോപ്സി പോയിൻ്റർ ആ മുഴയിലേക്ക് ചെന്ന് നിൽക്കുന്ന രീതിയിൽ സിമുലേറ്റ് ചെയ്യും. അനസ്തേഷ്യ കഴിഞ്ഞ ശേഷം കീഹോൾ ഇട്ട ശേഷം കീഹോളിൽ കൂടെ ബയോപ്സി പോയിൻ്റർ തലച്ചോറിലേക്ക് കടത്തുമ്പോൾ കൃത്യമായ ആ മുഴയിൽ നമ്മൾ ബയോപ്സി എടുക്കേണ്ട ഭാഗത്ത് ചെന്ന് നിൽക്കും. അവിടെ നിന്ന് ബയോപ്സി എടുക്കുക. ബയോപ്സി 6 മുതൽ 10 വരെ ബയോപ്സി എടുക്കാറുണ്ട്. എത്ര ബയോപ്സിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കൃത്യതയും കൂടും. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഒന്ന് രക്തസ്രാവം, പിന്നെ നീർക്കെട്ടൽ വരിക. ഇത് രണ്ടും വരികയാണെങ്കിൽ ഫുള്ള് തുറന്നിട്ടുള്ള ഓപ്പറേഷൻ വേണ്ടി വരുന്നതാണ്. പക്ഷേ സാധാരണ അങ്ങനെ വരാറില്ല. ഇതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് തുറന്നിട്ടുള്ള ഓപ്പറേഷനിൽ വരുന്ന നീർക്കെട്ടൽ, അതുപോലെ തലച്ചോറിലെ കോശങ്ങൾക്കുള്ള ക്ഷതം, ഇവയൊക്കെ വളരെയധികം ഒഴിവാകുന്നതാണ്. പിന്നെ കൃത്യമായി നമ്മൾ എടുക്കേണ്ട സ്ഥലത്തു നിന്ന് തന്നെ ബയോപ്സി കിട്ടുന്നതുമാണ്. ഇത് പല ഫ്രെയിമുകളുണ്ട്. ലെക്സൽ, കോസ്മാൻ റോബർട്സ്, അതുപോലെ കേപ്പ് ടൗൺ സ്റ്റീരിയോടാക്റ്റിക് പോയിൻ്റർ. നമ്മൾ അസീസിയയിൽ കേപ്പ് ടൗൺ സ്റ്റീരിയോടാക്റ്റിക് പോയിൻ്റർ എന്ന ഉപകരണമാണ് മേടിച്ചിരിക്കുന്നത്. ഇതുവരെ പല ഓൺകോളജി സെൻറ്ററിൽ നിന്നും വന്നിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് ബയോപ്സി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബയോപ്സി ചെയ്ത ശേഷം പോസിറ്റീവ് റിസൾട്ട്സ്, അതായത് കൃത്യമായ റിസൾട്ട് ക്യാൻസറാണോ അല്ലയോ, അതുപോലെ ഗ്രേഡ് തുടങ്ങിയ കാര്യങ്ങൾ ആയ ശേഷം തുടർ ചികിത്സയ്ക്കായി പിന്നീട് ഈ ഓൺകോളജി സെൻറ്ററിലേക്ക് തന്നെ തിരിച്ച് വിട്ട് തുടർ ചികിത്സ നടത്തി വരുന്നു. ഇതിൻ്റെ പ്രധാന ഉപയോഗം നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിലുള്ള മുഴകൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പിന്നെ വേറെ ഉള്ള ഒരു ഉപയോഗം വളരെ അഡ്വാൻസ് സ്റ്റേജ് ഡിസീസ്, അതായത് വ്യാപിച്ചിട്ടുള്ള മുഴകൾ തുറന്ന ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്താലും രോഗിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടാത്ത രീതിയിലുള്ള അസുഖത്തിന്
പാലിയേറ്റീവ് കെയർ ചികിത്സ നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ബയോപ്സി മാത്രം എടുക്കാൻ വേണ്ടിയും ഈ പ്രൊസീജിയർ ഉപയോഗിക്കാവുന്നതാണ്.